യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ മനുഷ്യക്കോട്ട തീർത്തു. മയക്കുമരുന്നിനെതിരെ CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചു. തോപ്പുംപടി ജംഗ്ഷൻ മുതൽ ഫോർട്ട് കൊച്ചി വെളി വരെയാണ് മനുഷ്യക്കോട്ട തീർത്തത്. മുൻ MP A മാരിഫ് ആദ്യകന്യായി, PS രാജം, KJ ആന്റണി, CD നന്ദകുമാർ, K അജേഷ്, ബെനഡിക്ട് ഫെർണാണ്ടസ്, MK അബി, MM ഫ്രാൻസിസ്, TM ഇസ്മയിൽ, സോണി K ഫ്രാൻസിസ്, വിത അലോഷ്യസ് എന്നിവർ കണ്ണുചേർന്നു. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമൂഹത്തെയും കാർന്നു തിന്നുന്ന മയക്കമരുന്നെന്ന് പറയുന്ന വലിയ വിപത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയ്ക്കകത്ത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 15 കേന്ദ്രങ്ങളിലായി 15 കിലോമീറ്റർ നീളത്തിൽ 15,000 പേരെ അണിനിരത്തിക്കൊണ്ട് ലഭ്യമായ ആളുകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഇതിന്റെ ക്യാമ്പയിൻ നന്നായി എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേറ്റാണ്, വർക്കിംഗ് സമയമായതുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് പങ്കെടുക്കാനുള്ളത് കൊണ്ടും ഉള്ള പരിമിതികൾ തകർത്തി നിന്നാണെങ്കിൽ പോലും അതിന്റെ അക്ഷരാർത്ഥത്തിൽ പരിപാടി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് അഭിമാനിക്കാൻ കഴിയും. പൊതുസമ്മേളനം A മാരിഫ് ഉദ്ഘാടനം ചെയ്തു. വലിപ്പച്ചെറുപ്പമോ പ്രായഭേദമോ അല്ലെങ്കിൽ ലിംഗവ്യത്യാസമോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളിലേക്കും ഈ ലഹരി പടർന്നു കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അത് ഉപയോഗിക്കുമോ എന്ന സംശയം നമുക്ക് പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ പുറത്തു വരുന്ന വാർത്തകളിൽ വളരെ ചെറിയ കുട്ടികളെ മുതൽ ഈ ലഹരി മാഫിയ അവർ ആദ്യം ചൂണ്ടക്കൊളുത്തിട്ട് പിടിക്കുന്നത്. കാരണം ഒരു കൊച്ചുകുട്ടിയെ കിട്ടിയാൽ അവനൊരു 10-14-15 വർഷമെങ്കിലും മിനിമം അതിനകം തട്ടിപ്പോവും. എന്നാൽ 10-14 വർഷം ഇവന്റെ ഉപഭോക്താവായി കിട്ടും. ഒരുത്തനെ കിട്ടിയാൽ അവൻ പിന്നെ ചങ്ങല പോലെ അവന്റെ കൂട്ടുകാരിലേക്ക് പടരും. KM റിയാദ് അധ്യക്ഷനായി. VC ബിജു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.